പ്രിയപ്പെട്ടവരെ, ഒരു പല തരത്തിൽ വായിക്കാവുന്ന ഒരു പുസ്തകമാണ് കലയുടെ പുസ്തകം. അതൊരു പഠനമാണ്. പുരാവൃത്തവും പുനരാഖ്യാനങ്ങളും എന്നുള്ള പേരിന്. ഞാൻ തൽക്കാലം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു തരം എങ്ങനെ വായിക്കാം എന്നുള്ളത് ആണ് ഞാൻ ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പൊട്ടൻ തെയ്യത്തെ കുറിച്ചുള്ള പുരാവൃത്തം പഠന വിധേയമാക്കാൻ കല താല്പര്യപ്പെട്ടത് എന്നത് എനിക്കൊരു കൗതുകമായിരുന്നു. ഈ പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട്. സ്വന്തം നിലയെയും നിൽപ്പുവട്ടത്തെയും കുറിച്ച് ഉണർന്നും ഉയർന്നും ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്ന തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഇതിനകത്ത്. ഞാൻ വിചാരിക്കുന്നത് സ്വന്തം നിലയെയും നിൽപ്പുവട്ടത്തെയും കുറിച്ച് ഉണർന്നും ഉയർന്നും ചിന്തിച്ചപ്പോൾ ആയിത്തീർന്ന ഒരു വൈജ്ഞാനിക പരിസരത്തും മാനസിക അവസ്ഥയിലും നിന്ന് സമകാലിക സാഹചര്യത്തെ അതിസൂക്ഷ്മമായി പരിശോധിക്കാനാണ് കല നിർബന്ധിക്കപ്പെട്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഏറ്റവും പാകമായ ഒരു പുരാവൃത്തത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഈ ചെറിയ പുസ്തകത്തിന്റെ വലിപ്പം. ഒരു പ്രസാധകന് 100 പേജെങ്കിലും ഇല്ലാത്തൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വലിയ പാടാണ്. റാക്കിൽ വെക്കാൻ പോലും അതിന് ആരോഗ്യം ഉണ്ടാവില്ല. അത്രയും ചെറിയ ഒരു പുസ്തകത്തിൻ്റെ പല അടരുകളുള്ള, പല വായനാ സാധ്യതകളുള്ള പുസ്തകമായാണ് ഞാനിതിനെ അനുഭവിച്ചത്. എങ്ങനെയാണ് ഇത്? യഥാർത്ഥത്തിൽ ഇതൊരു അറിവിനെ കുറിച്ചുള്ള ഒരു സംവാദമാണ്. അതല്ലാത്ത നിലക്കും വായിക്കാവുന്നതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രാഥമികമായി അറിവിനെ കുറിച്ചുള്ള ഒരു സംവാദമാണ്. ആ അറിവ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര പ്രമേയത്തിന്റെ മേലെ നിന്നുകൊണ്ട് ഈ പുരാവൃത്തത്തെ വായിക്കുകയും അതിലൂടെ സ്വന്തം അവസ്ഥയെ തിരിച്ചറിയുകയും സ്വന്തം സമൂഹത്തെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു ഒരുപാട് അടരുകളുള്ള ഒരു ശ്രമം. മണ്ണിൽ നിന്ന്, പൊലത്തിൽ നിന്ന് കിട്ടിയ ഒരു കുട്ടി, ആ കുട്ടിയെ കഥയിലെ ചൊവ്വർ എന്ന് പറയുന്ന ജമ്മി അതിനെ വളർത്താനായി ഒരു പൊലയ്ക്ക് ഏൽപ്പിക്കുകയാണ്. അപ്പോ പൊലൈ ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കെ ഈ കുട്ടി നടത്തുന്നൊരു പ്രസ്താവനയുണ്ട്. ഇക്കാണാറായ പുലങ്ങളെല്ലാം, ഭൂമിയെല്ലാം നമ്മുടേതായിരുന്നു, അത് തിരിച്ചു പിടിക്കണം എന്ന ഒരു തിരിച്ചറിവും വെളിപാടുമാണ് ഈ കുട്ടി നടത്തുന്നത്. ഇത് വളർത്തമ്മയോടാണ് പറയുന്നത്. അതിനോടുള്ള പ്രതികരണം ഈ ഉയരുകയും ഉണരുകയും ചെയ്ത കീഴാള യുവമനസ്സിന്റെ തൊട്ടു മുമ്പത്തെ തലമുറ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പഴയ തലമുറ എങ്ങനെയാണോ ഇത്തരം വിഷയങ്ങളോട് പ്രതികരിച്ചത്, അതേപോലെയാണ് ഈ വളർത്തമ്മയും പ്രതികരിക്കുന്നത്. ഇങ്ങനെ അപകടകരമായ ഒരു വാക്യം ഉദ്ധരിച്ച, ഒരു സത്യം കണ്ടെത്തിയ, അത് നിവർന്നു നിന്ന് പറയാൻ ധൈര്യം കാണിച്ച ഈ പയ്യന്റെ ഈ അപകടകരമായ ഈ പ്രസ്താവനയ്ക്ക് പിറകിലെ അപകടത്തെക്കുറിച്ച് ഈ വളർത്തമ്മ ചെന്ന് ആശങ്ക പങ്കുവയ്ക്കുന്നത് ചൊവ്വറോട് തന്നെയാണ്, ഈ ജമ്മിയോട് തന്നെയാണ്. അപ്പൊ അയാൾ ചെയ്യണത് നേരെ ഇവനെ കാലിമേയ്ക്കാൻ എന്ന ഭാവേന കാട്ടിലേക്ക് അയക്കുകയാണ്. കാട്ടിൽ നിന്ന് അവൻ തീർന്നു പോയിക്കൊള്ളും എന്നുള്ള ഒരു ധാരണയിൽ നിൽക്കുമ്പോഴാണ് ഇവൻ യഥാർത്ഥത്തിൽ ഒരപകടവും സംഭവിക്കാതെ തിരിച്ചു വരുന്നത്. ഈ തിരിച്ചു വരുന്ന വഴിയിൽ ചൊവ്വറും
ഈ പയ്യനും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ്, ഒരു സംവാദമാണ് യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത്. അവരുടെ സംഭാഷണം മുഴുക്കെ ഇവർ തമ്മിലുള്ള ജാതീയമായ അകലത്തെക്കുറിച്ചും ജാതീയമായ അടിച്ചമർത്തലുകളെക്കുറിച്ചും നിഷേധിക്കുന്ന നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ഭൂമിയുടെ അധികാരത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെയുള്ള ഈ എത്രയോ നൂറ്റാണ്ടുകളായി, ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങളായി കേരള ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളെ വൈജ്ഞാനികമായി നേരിടാനുള്ള ഒരു ശ്രമമാണ് ഇതിനകത്ത് ഞാൻ ആദ്യമായി കാണുന്ന ഒരു സംഗതി. അത് പിന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കണ ഒരു കാര്യമുണ്ട്. അധിനിവേശം, അത് കൊളോണിയൽ അധിനിവേശമാവാം, സവർണാധിനിവേശവും ആവാം. ഈ അധിനിവേശങ്ങൾ അറിവിനെ കൈകാര്യം ചെയ്ത ഒരു രീതിയുണ്ട്. അത് പ്രത്യേകിച്ചും ഈ സവർണാധികാരം തൊഴിലുമായി ബന്ധപ്പെട്ടതിനെ, സമൂഹവുമായി ബന്ധപ്പെട്ടതിനെ, തൻ്റെ ദേശവുമായി ബന്ധപ്പെട്ടതിനെ, അനുഭവവുമായി ബന്ധപ്പെട്ട അറിവുകളെയൊക്കെ നിഷേധിക്കുകയാണ്. അതിനെ ആ പരിസരത്ത് നിന്ന്, ടെക്സ്റ്റിനെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റുകയാണ്. എന്നിട്ട് അതിനൊരു കേവല അറിവിന്റെ പരിവേഷം നൽകുകയാണ്. ഈ കേവലമായ അറിവ് സ്വാഭാവികമായും അത് ഈ സാമൂഹിക പരിസരത്ത് നിന്ന്, തൊഴിലിടത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത ആളുകളുടെ ജീവിതത്തെ തിരസ്കരിക്കുന്നതാണ്. തൊഴിൽ ചെയ്യുന്നതോടൊപ്പം സ്വാഭാവികമായി ജീവിക്കുന്നതോടൊപ്പം ജീവിത പരിസരത്ത് നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന ജ്ഞാനത്തിന്റെ മഹത്വത്തെ നിഷേധിക്കുക വഴി ഈ വൈജ്ഞാനിക ചരിത്രത്തിൽ നിന്ന് ഈ ജനവിഭാഗം അദൃശ്യവൽക്കരിക്കപ്പെടുകയാണ്. ഈ പ്രശ്നം ഒട്ടും പുതിയതല്ല എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഇന്ന് നമ്മൾ മുഖ്യധാര, പോക്കർമാഷ് സംസാരിക്കുമ്പോൾ പലതവണ ആവർത്തിച്ചൊരു വാക്കാണ് മുഖ്യധാര. ഈ ഏതാണ്ട് 10-75 കൊല്ലത്തെ പ്രായമുള്ള ജനാധിപത്യ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത അത്ര ജനാധിപത്യ വിരുദ്ധമായ വാക്കാണ് ഈ പൊതുധാര എന്ന് പറയുന്നത്. അതൊരു അടിച്ചേൽപ്പിക്കലാണ്. ഈ ലീലാതിലക കാലം മുതൽക്ക് ഉത്കൃഷ്ടം എന്ന് പറഞ്ഞ മുദ്ര കൊടുത്ത്, ചാപ്പ കൊടുത്ത്, സ്വീകാര്യതയുണ്ടാക്കി മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട വളരെ ചെറിയ ഒരു ന്യൂനപക്ഷത്തിന്റെ സാംസ്കാരിക മുഖത്തെ ഉയർത്തിക്കാണിക്കുകയും അതിനെ മാത്രം മറ്റുള്ളവർ അവരുടെ താല്പര്യപ്രകാരം പിന്തുടർന്നേ പറ്റൂ എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക കൊളോണിയലിസത്തിന്റെ ആ ജനാധിപത്യ കാലത്തെ പേരാണ് മുഖ്യധാര എന്ന് പറയുന്നത്. അത് പക്ഷെ നമുക്കത് മാത്രമേ സ്വീകാര്യമാവുകയുള്ളൂ. ആ മുഖ്യധാരയിൽ അതെങ്ങനെയാണ് ഈ മിത്തിനകത്ത്, ഈ പുരാവൃത്തത്തിനകത്ത് പ്രവർത്തിച്ചത് എന്ന ഗൗരവപ്പെട്ട ഒരു ചോദ്യം ഈ പുസ്തകം ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ വിശകലനങ്ങളൊക്കെ അത് ഏതുവരെ എല്ലാ സംഗതികളിലും, ഇപ്പോ ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വഴി ഇതിനകത്ത് തന്നെയുള്ള ഒരു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തി വഴിയെക്കുറിച്ചുള്ള ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇതൊരു ചരിത്രപരമായി മാത്രമല്ല ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെ പല ചരിത്രകാരന്മാരും സാഹിത്യകൃതികളെ വിശകലനം ചെയ്ത് ചരിത്ര വസ്തുതകൾ കണ്ടെത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായി ഇതിനകത്തെ പ്രതിനിധാനങ്ങൾ കണ്ടെത്തുകയും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇപ്പൊ തോണിയൊക്കെ പോലെയുള്ള പ്രതീകങ്ങൾക്ക് ഈ ജാതീയമായ സാഹചര്യത്തിൽ എന്തൊക്കെ അർത്ഥങ്ങളുണ്ട് എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരർത്ഥത്തിൽ അതിഗംഭീരമായ സാഹിത്യ നിരൂപണം കൂടിയായി ഇത് മാറുകയാണ്. ഒരുപക്ഷെ PK ബാലകൃഷ്ണനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഞാൻ ഈ സാഹിത്യവും ചരിത്രവും സംസ്കാരവും എല്ലാം കൂടിച്ചേർന്ന് പ്രവഹിക്കുന്ന ഒരു രീതിയാണ് ഇതിനകത്ത് കാണുന്നത്. വഴി ആ അർത്ഥത്തിൽ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്.
ഈ സ്വന്തം കീഴാള ജീവിതത്തിന്റെ ഇന്റിമേറ്റായ പരിസരത്ത് പരസ്പരം ബന്ധിതമായ പിന്നെ ആരാധനാലയമടക്കമുള്ള ഇടങ്ങളിലേക്ക്, വയലിലേക്ക്, ആ വയലിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്ന ശേഖരം ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്നതിലൂടെ ഉണ്ടായി വരുന്ന ഒരു ശൃംഖലയെ കുറിച്ച് ഇത് പറയുന്നു. സഞ്ചരിക്കുന്നത് എന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഒരു കീഴാള ജീവിതത്തിൽ അറിവിന്റെ ഉപാദാനം എന്ന നിലയിലും തൊഴിൽ എന്ന നിലയിലും ആരാധന എന്ന നിലയിലും ഒക്കെ ഏതൊക്കെ തരത്തിലാണ് ഈ വഴി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുകയും ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതിനെ ചൊവ്വറോട് നേർക്കുനേരെ നിന്ന് ചോദ്യം ചെയ്യുകയാണ്. പഴയ രീതി അനുസരിച്ച്, അത് ഗ്രീക്ക് രീതി ആയാലും ഇനി ഇവിടുത്തെ രീതി ആയാലും, ഒരു സംവാദത്തിന്റെ, തർക്കത്തിന്റെ, ന്യായവാദത്തിന്റെ ഒരു സംഭാഷണമാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് നടക്കുന്നത്. എന്നിട്ട് ഈ ഈ പുലയ പയ്യൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ജനാധിപത്യത്തിന്റെ മർമ്മപ്രധാനമായ ആശയങ്ങളാണ്. കീഴാള ജനസമൂഹം സഹസ്രാബ്ദങ്ങളായി ആവശ്യപ്പെടുന്ന അവരുടെ മാനുഷികമായി ലഭിക്കേണ്ട പരിഗണനകളാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ഭൂമിയിലെ അധികാരത്തിനു വേണ്ടി ഒക്കെ ഈ ന്യായവാദങ്ങൾ നിരത്തുകയാണ് ഈ കുട്ടി ചെയ്യുന്നത്. അതിന് ജ്ഞാനശാസ്ത്രപരമായി എന്തൊക്കെ സാധ്യതകളുണ്ട്, എന്തൊക്കെ അർത്ഥങ്ങളുണ്ട് എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു ഈ കൃതി. ഇതിലെ കൗതുകകരമായ ഒരു കാര്യം, ഇതിനകത്ത് ഒരു അനുഭവലോകവുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന മോക്ഷത്തെക്കുറിച്ചുള്ള ചില അന്വേഷണങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഈ വൈരുദ്ധ്യം കാണാവുന്നതാണ്. ഇപ്പൊ അനുഭവവുമായി എന്താണ് മോക്ഷം എന്ന് ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു തെയ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. അതുകൊണ്ട് ഈ ദൈവത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ കല വിശദീകരിക്കുന്നത് കീഴാള ജനതയെ സംബന്ധിച്ചിടത്തോളം, ഈ കഥയിലെ പുലക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അയാൾ പ്രതിനിധീകരിക്കുന്ന ജനതയെ സംബന്ധിച്ചിടത്തോളം മോക്ഷം എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിലെ, ലൗകിക ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അപ്പോ അവിടെ രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന്, അത് രോഗം പോലെ, ജരാനരകൾ പോലെ വൈയക്തികമായിരിക്കാം. പക്ഷേ ഈ വിലക്കുകൾ പോലെ, ഭൂമി നിഷേധിക്കൽ പോലെ, ജാതീയമായ അയിത്തം പോലെ, അയിത്തത്തിനെ കുറിച്ചൊക്കെ പറയുന്നതിൻ്റെ ഒരു ഗൗരവം എങ്ങനെയാണ്? സ്വന്തം നിലയിൽ അശുദ്ധമായ, മറ്റുള്ളവരെ അശുദ്ധമാക്കാൻ ശേഷിയുള്ള, ഒരിക്കലും സ്വന്തം നിലയിൽ ശുദ്ധിയാവാൻ സാധിക്കാത്ത ഒരു ശരീരം എന്ന നിലയിലാണ് ഈ കീഴാള ശരീരത്തെ പേടിപ്പിക്കുന്ന തരത്തിൽ ഈ പുസ്തകത്തിനകത്ത് നിർവചിച്ചു വെച്ചിരിക്കുന്നു. പറഞ്ഞാൽ അങ്ങനെ നിർവചനമായിട്ട് കൊടുത്തതല്ല, പക്ഷെ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അത്തരത്തിലുള്ള നിഷേധിക്കപ്പെടുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോ അവിടെ പറയണത്, ഈ വ്യക്തിപരമായ ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ യഥാർത്ഥത്തിൽ ആ ദുഃഖങ്ങൾ പോലും ഈ സാമൂഹികമായ ദുഃഖങ്ങളുടെ ഫലമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ വ്യക്തിപരമായ ദുഃഖങ്ങൾ അവസാനിക്കണമെങ്കിൽ അതിനുള്ള ചികിത്സ കിടക്കുന്നത് സാമൂഹികമായുള്ള ദുഃഖങ്ങളിൽ നിന്നുള്ള വിമോചനമാണ്. എന്ന് പറഞ്ഞാൽ ഈ പാട്ട് മുന്നോട്ട് വെക്കുന്ന നിലപാടനുസരിച്ച്, അതിനെ കല വായിച്ചെടുക്കുന്ന രീതി അനുസരിച്ച്, ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കും അയിത്തങ്ങൾക്കും അസ്വാതന്ത്ര്യങ്ങൾക്കും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മയ്ക്കും ഒക്കെ എതിരെ പൊരുതാതെ, അതിനെതിരെ ഉറച്ചു നിൽക്കാതെ, അതിനെ ചോദ്യം ചെയ്യാതെ യഥാർത്ഥത്തിൽ ഈ വ്യക്തിപരമായ ദുഃഖങ്ങൾ പോലും അവസാനിക്കുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വായന.
അപ്പോ പിന്നെ അത് മാത്രമല്ല, ഇത്തരം സംഗതികളെ മുഴുവൻ, ഈ പറഞ്ഞു വന്ന തരത്തിലുള്ള അനേകം സംഗതികളെ അതിൻ്റെ ഒരു വലിയ, അതിനേക്കാൾ വലിയ ഒരു പ്രതലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിനെ ഈ ചമണ പാരമ്പര്യവുമായി ബൗദ്ധ ജൈന പാരമ്പര്യവുമായി ചേർത്ത് വെക്കുന്നിടത്താണ്. ഈ പാട്ടിനകത്ത് അങ്ങനെ ചേർത്ത് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അത് ഓരോന്നോരോന്നായി വളരെ സംക്ഷിപ്തമായി കല എടുത്ത് കാണിക്കുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത് പിന്നെ ഈ മനുഷ്യരുടെ സമത്വത്തെക്കുറിച്ചും എല്ലാവരും പിന്നെ സമന്മാരാണ്, ഒരേ നിലവാരമുള്ളവരാണ്, ഉച്ചനീചത്വങ്ങൾക്കോ അയിത്തത്തിന് ഒരു സാധ്യതയുമില്ല, സാധുതയുമില്ല എന്ന് പറയുന്ന, ഒരുപക്ഷെ ഈ ജാതീയ സങ്കല്പങ്ങൾക്കെതിരെ വലിയ കലാപം നടത്തിയിട്ടുള്ള ബൗദ്ധ പാരമ്പര്യത്തിൽ ചേർത്ത് നിർത്തുകയാണ് ഈ കഥയെ കൊണ്ടുപോയി ചെയ്യുന്നത്. അങ്ങനെ ജാതിക്കെതിരായ സമരത്തെ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ധാരയിലേക്ക് ചേർത്ത് വെക്കുകയും ഇന്നും അത് സഫലമായിട്ടില്ലാത്തതിൻ്റെ ഖേദം തിളച്ചുമറിയുകയും ചെയ്യുന്ന ആശയങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് വളരെ സമ്പന്നമായ ഒരു ചെറിയ പുസ്തകമാണ് ഈ വലിയ പുസ്തകം എന്ന് മാത്രം പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പുസ്തകം എന്ന നിലയിൽ ഇത് വായിച്ചപ്പോൾ എനിക്കുണ്ടായ ഒന്ന് രണ്ട് ചെറിയ സങ്കടങ്ങൾ കൂടി ഷെയർ ചെയ്യാതെ നിർത്തുന്നത് സങ്കടമായിരിക്കും എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുകയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു പോരായ്മ എനിക്ക് ഇതിനകത്ത് തോന്നിയത്, ആ തോറ്റം പാട്ട് ഇതിൻ്റെ ആ ഒരു അനുബന്ധമായോ ഒരു ആമുഖമായോ കൊടുത്തിരുന്നുവെങ്കിൽ നമ്മൾ ഈ പഠനത്തിനകത്ത് നിന്ന് കൂട്ടി വായിച്ചെടുക്കേണ്ടിയിരുന്ന ഒരു ബുദ്ധിമുട്ട് വായനക്കാരന് ഒഴിവാക്കി തരാമായിരുന്നു എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. പിന്നെ വ്യത്യസ്തങ്ങളായ ആംഗിളുകളിൽ നിന്നാണെങ്കിലും 2-3 സ്ഥലത്ത് ആശയങ്ങളുടെ ചെറിയ തോതിലുള്ള ആവർത്തനമുണ്ട്. അത് പരിപ്രേക്ഷ്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്, എങ്കിലും ചില വാക്യങ്ങൾ അതേപോലെ ആവർത്തിക്കുന്നതിൻ്റെ ഒരു സ്വൈരക്കേട് വായിക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷെ കുറച്ചുണ്ട്, അതിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രസാധകരുടെ ദുഃഖം പുസ്തകത്തിൻ്റെ ചെറുപ്പമാണ്. അത് പരിഹരിക്കാമായിരുന്ന അത്രയും സാന്ദ്രമായ വാക്യങ്ങൾ ഇതിനകത്ത് ഒട്ടുമിക്കതും. അതൊന്ന് ഈ ഇത്തിരി വെള്ളം ചേർത്ത് ലഘൂകരിച്ചിരുന്നുവെങ്കിൽ, നന്ന രാവിലെ ഒന്നും അല്ലാതെ ഈ പുസ്തകം എന്നെ കൊണ്ട് വായിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രയാസം ഇതിനകത്തുണ്ട്. ഞാൻ എൻ്റെ പ്രായത്തിൻ്റെയോ പരിചയക്കുറവിൻ്റെയോ ആശയ ദൗർബല്യത്തിൻ്റെയോ ഒക്കെ പ്രശ്നമായിരിക്കാം. പക്ഷെ കുറച്ചുകൂടി വാക്കുകൾ ചേർത്തിരുന്നെങ്കിൽ, ഇതൊന്നുകൂടെ ലഘൂകരിച്ചിരുന്നെങ്കിൽ എന്നും ആലോചിച്ചു പോയിട്ടുണ്ട്. അത്ര ഇഴമുറുക്കമുള്ള ആശയങ്ങളും വാക്കുകളുമാണ് ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുള്ളത്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഹൃദ്യമായ ഒരു അനുഭവമാണ് ഈ പുസ്തക വായന. അത് നിങ്ങൾക്ക് പകരാൻ എനിക്ക് പറ്റിയോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായും ഈ ചെറിയ പുസ്തകം വാങ്ങി വായിക്കുന്നത് ഒരു നല്ല എക്സർസൈസ് ആയിരിക്കും. അത് വായിച്ചു കഴിയുമ്പോൾ തീർച്ചയായും സമകാലിക ഈ ലോകത്തെ അദൃശ്യരായ സമൂഹത്തെ, മുഖ്യധാര എന്ന് പറയുന്ന മഹാകാപട്യത്തിന് പുറകിൽ മറച്ചു വെക്കപ്പെട്ട ഒരു വലിയ ജനസഞ്ചയത്തിന്റെ വിചാരങ്ങളോട്, ചിന്തകളോട്, ആശയാഭിലാഷങ്ങളോട്, അവരുടെ സമരത്തോട് ചേർന്ന് നിൽക്കാൻ വൈകാരികമായി, വൈജ്ഞാനികമായി നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു സംരംഭം എന്ന് ഞാൻ വിശേഷിപ്പിക്കാനാണ് എനിക്ക് ആഗ്രഹം. ആ തരത്തിൽ വിജ്ഞാനത്തെ പുനർനിർവചിക്കുകയാണ് ഈ കൃതി ചെയ്തത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും.